നമുക്കിന്നേ ശർക്കര വരട്ടി ഉണ്ടാക്കിയാലോ. അതിനായിട്ടേ പച്ചക്കായ തൊലി പൊളിച്ചിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒപ്പിയെടുക്കുക. എന്നിട്ട് കായ ഇതുപോലെ നെടുകെ മുറിച്ചിട്ട് ഇതുപോലെ സൈഡ് ചെരിച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ബ്രൗൺ ആവുന്ന വരെ, അതായത് ഗോൾഡൻ കളറും കഴിഞ്ഞ് പോകുന്ന കളറില്ലേ, കരിയരുത്, അതിൻ്റെ മുന്നത്തെ കളറാണിത്, ആ ഒരു ഇതിലെടുക്കണം. എന്നിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ കായ വറുത്ത പോലെ, അതായത് ചിപ്സൊക്കെ ഉണ്ടാക്കിയ പോലെ ക്രിസ്പായിട്ട് ഇങ്ങനെ പൊട്ടും. അതാണ് കേട്ടോ അതിൻ്റെ പരിവം. എന്നിട്ട് ചെറിയൊരു പാത്രത്തിൽ ശർക്കര ഉരുക്കാൻ വെക്കുക. പിന്നെ ചുക്കുപൊടി, ഏലക്കാപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, അരി വറുത്ത് പൊടിച്ചതാണിത്, അതും കൂടി എടുത്ത് വെക്കണേ. പിന്നെ ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് നമ്മളൊരു ഉരുളിലേക്ക് ഒഴിക്കണേ. അതൊരു ഒരു നൂൽ പരിവാവണം, അതുവരെ ഇങ്ങനെ തിളപ്പിക്കണേ. പിന്നെ ഗ്യാസ് ഏറ്റവും ലോയിൽ വെച്ചിട്ട് ചൂടാറി വറുത്ത കായ അതിലേക്ക് ഇട്ടിട്ട് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വറുത്ത അരിയുടെ പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു 3 ടീസ്പൂൺ ഇടണേ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അവസാനം കുറച്ച് നെയ്യും പഞ്ചസാരയും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാണുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നും, പക്ഷേ നല്ല പണി ഉണ്ടിട്ട് ഇത് ചെയ്യാൻ. ഒരാൾ ഹെൽപ്പിന് ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചെയ്യാം കേട്ടോ. സംഭവം പുറത്ത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ. കായ വറക്കണതും അതേപോലെ തന്നെ ശർക്കരയുടെ അളവും കറക്റ്റ് ആവുകയാണെങ്കിൽ ശർക്കര വരട്ടി നല്ല ടേസ്റ്റോടെ കിട്ടും കേട്ടോ. എന്തായാലും ഇപ്രാവശ്യം വീട്ടിലുണ്ടാക്കിയത് നല്ല ടേസ്റ്റോടെ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഭയങ്കര ക്രിസ്പായിരുന്നു സംഭവം. അധികം ബലമൊന്നും പിടിക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ പൊട്ടിയിട്ട് വന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറയണത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. ഈ സംഭവം വീട്ടിലുണ്ടെങ്കിൽ പിന്നെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡെപ്പ കാലിയാവും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ബായ്.